കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല ഇന്നാണ് നടക്കുന്നത്. കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരം രാജ്ഭവന് മുന്നിലാണ് ഈ സമരപരിപാടി മനുഷ്യച്ചങ്ങല അവസാനിക്കുന്നത്. വൈകിട്ട് 5 മണിക്കാണ് ആ പരിപാടി നടക്കുന്നത്. അതിന്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് നമ്മോടുകൂടി ചേരുകയാണ്. ഡിവൈഎഫ്ഐക്ക് മനുഷ്യച്ചങ്ങല എന്ന് പറയുന്നത് പുതുമയുള്ളൊരു കാര്യമല്ല. 87-ലെ ചങ്ങല ചരിത്രമായ നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴത്തെ ഈ ചങ്ങലയെ എങ്ങനെയാണ് അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായത്? ഇത്തവണ ഇന്ന് നടക്കുന്ന ചങ്ങല കേരളത്തിന്റെ സമരചരിത്രത്തിൽ ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണ്. അത് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ഡിവൈഎഫ്ഐ ഉയർത്തിയ ചോദ്യം അത് കേരളമാകെ ഏറ്റെടുത്തിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഇന്നത്തെ ജനങ്ങളുടെ വമ്പിച്ച പങ്കാളിത്തം മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഡിവൈഎഫ്ഐയുടെ 30,000 യൂണിറ്റ് ഘടകങ്ങൾ കേന്ദ്രീകരിച്ച് വളരെ വിപുലമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട ആളെ റിക്രൂട്ട് ചെയ്യുന്ന പരിപാടി ഉൾപ്പെടെ നടത്തിക്കഴിഞ്ഞു. ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഈ മുദ്രാവാക്യം മുന്നോട്ട് ആദ്യം വെക്കുന്ന ഘട്ടത്തിൽ യുവജനങ്ങളെ അണിനിരത്തിയൊരു ചങ്ങല എന്നാണ് ഉദ്ദേശം. പക്ഷേ ഈ മുദ്രാവാക്യത്തിന്റെ ശരി അല്ലെങ്കിൽ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച സാഹചര്യം, അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇതെല്ലാം കണക്കിലെടുത്ത് സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട ആളുകൾ ഞങ്ങളും നിങ്ങളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കർഷകർ, കർഷക തൊഴിലാളികൾ, അധ്യാപകർ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ, കുട്ടികൾ, സ്ത്രീകൾ, മറ്റ് ഫാക്ടറി തൊഴിലാളികൾ, എല്ലാ വിഭാഗം ആളുകളും ഞങ്ങളുടെ കൂടെ അണിനിരക്കിയാണ്. അപ്പോൾ ഇത് അതുകൊണ്ടാണ് പറഞ്ഞ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പങ്കാളിത്തമുള്ള ഒരു മനുഷ്യ ചങ്ങല, അതൊരു മനുഷ്യ മതിലായി മാറുകയാണ്. ഇപ്പോൾ ഇതിന്റെ ഒരു രീതി എങ്ങനെയാണ്? ട്രയൽ എത്ര മണിക്കാണ്? ആദ്യ കണ്ണിയാവുന്നത് ആരാണ്? അവസാന കണ്ണിയാവുന്നത് ആരാണ്? ഇവിടെ രാജ്ഭവനിൽ ആരൊക്കെ പങ്കെടുക്കും? കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ രാജ്ഭവൻ വരെയാണ് ചങ്ങല കോർക്കുന്നത്. ഇപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഡിവൈഎഫ്ഐയുടെ നിലവിലുള്ള അഖിലേന്ത്യാ ഘടകത്തിന്റെ അധ്യക്ഷൻ സഖാവ് എ റഹീമാണ് ആദ്യ കണ്ണിയാവുന്നത്. ഇവിടെ അവസാന കണ്ണിയായി ഡിവൈഎഫ്ഐയുടെ പ്രഥമ പ്രസിഡന്റ് സഖാവ് ഇ.പി. ജയരാജൻ സഖാവാണ്. ഇവിടുത്തെ പൊതുസമ്മേളനം എം.വി. ഗോവിന്ദമാഷ് ഉദ്ഘാടനം ചെയ്യും. എം.എ. ബേബി, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് SRP, ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഹിമഗ്നരാജ് ഭട്ടാചാര്യ, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ഇവിടെയാണ് ഉണ്ടാവുക. വിവിധ കേന്ദ്രങ്ങളിൽ, നിശ്ചയിക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ പൊതുയോഗ പരിപാടികൾ നടക്കുന്നുണ്ട്. വൈകുന്നേരം 5 മണിക്കാണ് പ്രതിജ്ഞ ചൊല്ലുക. 4:30 അതിന്റെ ട്രയൽ ഉണ്ടാവും. 4 മണിയോടുകൂടി എല്ലാവരും ഈ ഹൈവേയിൽ അണിനിരക്കണം എന്നാണ് ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. എന്തായാലും വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന മനുഷ്യച്ചങ്ങല അത് ചരിത്രമായി മാറും എന്ന പ്രതീക്ഷയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പങ്കുവെക്കുന്നത്.